അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഖുർആൻ അവതരിച്ച ദിവസമാണല്ലോ ലൈലത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. തീർച്ചയായും വിശുദ്ധമായ ഖുർആനിനെ നാം ആ രാവിൽ ഇറക്കിയെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ അതിശ്രേഷ്ഠമായ വിശുദ്ധമായ ഖുർആൻ അവതരിച്ച രാവാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളൊരു രാവാണത്. ആലോചിച്ചു നോക്കൂ, മുൻ സമുദായങ്ങൾ അവർ 500ഉം 800ഉം 900ഉം 1000ഉം അങ്ങനെ ഒരുപാട് നൂറ്റാണ്ട് ജീവിച്ചവരെ നമുക്ക് കാണാം. പക്ഷേ ഈ ഉമ്മത്തിന്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഉമ്മത്തിന് ആയുസ് കുറവാണ്. പക്ഷേ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം ഒന്ന് നോക്കൂ. ഒരൊറ്റ രാവ് തന്നെ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയാണ്. ആ ഒരു രാവിൽ നാം ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കിയാലോ 1000 മാസത്തിൽ ഇബാദത്ത് ചെയ്ത കൂലിയാണ്. അത് ഈ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞേകിയ വലിയൊരു അനുഗ്രഹമാണ്. എന്നാണ് ഈ ലൈലത്തുൽ ഖദർ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ കാണാം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തഹറു ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ റമളാനിന്റെ അവസാനത്തെ 10ലെ ഒറ്റയായ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചോളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ റമളാൻ മാസത്തിൽ അവസാനത്തെ 10, ആ അവസാനത്തെ 10ലെ ഒറ്റയായ രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. അപ്പോൾ 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27, 29 ഈ ഒറ്റയായ രാവുകളിൽ പ്രതീക്ഷിച്ചോളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പ്രത്യേകം നമുക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമ്മൾ ആ ദിവസത്തിനെ മാത്രം പ്രത്യേകമാക്കാൻ വേണ്ടി കാത്തിരിക്കും. ബാക്കിയുള്ള സമയങ്ങളൊന്നും പരിഗണിക്കാതെ ഗൗനിക്കാതെ ഇന്ന ദിവസമാണല്ലോ ലൈലത്തുൽ ഖദ്ർ എന്ന് മനസ്സിലാക്കി ആ ദിവസത്തെ മാത്രം നമ്മൾ പരിഗണിക്കുകയും ആ ദിവസത്തിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങി തയ്യാറാവുകയും ചെയ്യും. ബാക്കിയുള്ള ദിവസങ്ങളെ പരിഗണിക്കുകയോ അതിൽ ഇബാദത്തുകളെ കൊണ്ട് സജീവമാകുകയോ ചെയ്യില്ല. അതേ സമയത്ത് ഏതിനും സാധ്യത വരുമ്പോൾ ആ ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ വേണ്ടി നാം എല്ലാ ദിവസവും അതിനുവേണ്ടി പരിശ്രമിക്കും. അതും അതിന്റെ പിന്നിലുള്ള ഹിക്മത്താകാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹദീസിൽ കാണാം. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഖറജൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുഖ്ബിറനാ ബിലൈലത്തിൽ ഖദ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഞങ്ങൾക്ക് അറിയിച്ചു തരാൻ വേണ്ടി ഒരു ദിവസം പുറപ്പെട്ടു. ഫതലാഹ റജുലാനി മിനൽ മുസ്ലിമീൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത് മുസ്ലിമീങ്ങളിൽപ്പെട്ട 2 ആളുകൾ കൂടി തർക്കിക്കുന്നതാണ്. ഖറജതു ലിഉഖ്ബിറകും ബിലൈലത്തിൽ ഖദ്ർ. ഞാൻ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി വന്നതായിരുന്നു. ഫതലാഹ ഫുലാനുൻ വഫുലാനുൻ ഫറുഫിഅത്. പക്ഷേ ഇന്ന വ്യക്തിയും കൂടി തർക്കിക്കുന്നത് കണ്ടപ്പോൾ അത് ഉയർത്തപ്പെട്ടു. വഅസാ അൻ യകൂന ഖൈറൻ ലക്കും. അത് നിങ്ങൾക്ക് ഖൈറായേക്കാം, ആ ഉയർത്തപ്പെട്ടത് നിങ്ങൾക്ക് ഖൈറായേക്കാം. ഫൽതമിസുഹാ ഫിത്താസിഅതി വസ്സാബിഅതി വൽഖാമിസ. അതിനാൽ നിങ്ങൾ 5, 7, 9 എന്നിവയിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചോ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. അപ്പോൾ ഈ ഹദീസിൽ പറഞ്ഞത് 25, 27, 29 എന്നീ ഒറ്റയായ രാവുകളിലാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. ലൈലത്തുൽ ഖദ്രി ഫീ താസിഅത്തിൻ തബ്ഖാ ഫീ സാബിഅത്തിൻ തബ്ഖാ ഫീ ഖാമിസത്തിൻ തബ്ഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ റമളാനിലെ അവസാനത്തെ 10ൽ ലൈലത്തുൽ ഖദ്റിനെ തേടിക്കോ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചോ. അഥവാ 9 അവശേഷിക്കുന്നതിലും 7 അവശേഷിക്കുന്നതിലും 5 അവശേഷിക്കുന്നതിലും. 9 അവശേഷിക്കുക എന്ന് പറഞ്ഞാൽ 21-ാം രാവ്, 7 അവശേഷിക്കുക എന്ന് പറഞ്ഞാൽ 23-ാം രാവ്, 5 അവശേഷിക്കുക എന്ന് പറഞ്ഞാൽ 25-ാം രാവ്.
അപ്പോൾ 21-ാം രാവിലും 23-ാം രാവിലും 25-ാം രാവിലും തേടിക്കോ. അപ്പോൾ ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് വിശുദ്ധമായ റമളാൻ മാസത്തിലെ അവസാനത്തെ 10-ലെ ഒറ്റയായ രാവുകളിലാണ് എന്ന് ഈ ഹദീസുകളിൽ നിന്നൊക്കെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.